Hi friends, നമ്മൾ ഇന്നലെ ഇതിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചത് കമ്പനി ക്രിയേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ സെക്കൻഡ് പാർട്ട് കമ്പനി ക്രിയേറ്റ് ചെയ്തതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് പറയാനുണ്ട്. അതുകൂടി പറയാം. ഇത് എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. പിന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഇനിയുള്ള വീഡിയോസ് ഓരോ പാർട്ടും നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത കമ്പനി ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ F3 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ കമ്പനി ഏതാണ്. നമ്മുടെ ABC ആണ് ക്രിയേറ്റ് ചെയ്തത്. എൻ്റർ ചെയ്താൽ അത് സെലക്ട് ആവും. ആ കമ്പനിയാണ് ഇപ്പോൾ സെലക്ട് ആയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അതിലൊരു ചെറിയൊരു പാർട്ട് പറയാനുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കമ്പനിയിൽ ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് എഡിറ്റ് ചെയ്യണം. അതായത് ഇനിയിപ്പോൾ ഫോൺ നമ്പർ എന്തെങ്കിലും ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഫോൺ നമ്പർ മാറാമല്ലോ, അല്ലെങ്കിൽ ലൊക്കേഷൻ മാറാം. എന്തെങ്കിലും മാറുവാണെങ്കിൽ നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാൻ ഈ F3 ഓൾട്ട് പ്ലസ് F3 അടിച്ചാലും ഇത് സെലക്ട് ആക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ മൗസ് കൊണ്ട് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ സെലക്ട് കമ്പനി എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ F3യിൽ ചെയ്ത അതേ ഓപ്ഷനാണ് കമ്പനി സെലക്ട് ചെയ്യാനാണ്. കണക്ട് കമ്പനി അത് ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല. ഷട്ട് കമ്പനി നമുക്ക് രണ്ട് കമ്പനി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷട്ട് ചെയ്ത് ഒഴിവാക്കാനാണ്. ക്രിയേറ്റ് കമ്പനി നമ്മൾ ഇന്നലെ പറഞ്ഞു, അതിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ക്രിയേറ്റ് ഗ്രൂപ്പ് കമ്പനി നമുക്ക് ആവശ്യമില്ല. അത് കുറേ ഗ്രൂപ്പുകളുള്ള കമ്പനികൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഓൾട്ടറിൽ നമ്മൾ പോയിട്ടാണ് നമുക്കിതിന് ഇനി എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. നമുക്കിപ്പോൾ ABC ആണ് നമ്മൾ ഇന്നലെ ക്രിയേറ്റ് ചെയ്തത്. ഓൾട്ടർ ചെയ്യുമ്പോൾ എത്ര കമ്പനി ഉണ്ടോ അതൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വരും. നമ്മൾ ഏത് കമ്പനിയാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇന്നലെ എടുത്ത അതേ പേജ് വരും. അപ്പോൾ നമ്മൾ സെയിം ഇതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞാണ്. ഇത് ഈ സെക്യൂരിറ്റി കൺട്രോൾ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ യൂസ് സെക്യൂരിറ്റി കൺട്രോൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് S കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ഓപ്ഷൻസ് വരും. ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളൊരു നെയിം ഓഫ് അഡ്മിനിസ്ട്രേറ്റർ പിന്നെ പാസ്വേഡും കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു സെക്യൂരിറ്റി ആയിട്ട് ഉപയോഗിക്കാം. അതായത് ഈ ടാലി നമുക്ക് ഡെസ്ക്ടോപ്പിൽ അതിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വേറെ ആർക്കും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഓപ്പൺ ചെയ്താലും അതിൻ്റെ പാസ്വേഡും യൂസർ നെയിം ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ വേറെ ഒരാൾ കൂടി യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറാണ്, അല്ലെങ്കിൽ കുട്ടികൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അവസാനം അവരറിയാതെ ഓപ്പൺ ചെയ്ത് വല്ലതും ഡിലീറ്റ് ആവുക എന്തെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ അവർക്ക് വേറെ ആരെങ്കിലും ഡാറ്റകൾ കാണിക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ നിങ്ങൾക്കിത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു യൂസർ നെയിം നിങ്ങളുടെ പേരോ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം അങ്ങനെ ചെയ്തത്. പിന്നെ പാസ്വേഡ് കൊടുക്കാം. പാസ്വേഡ് 8 അക്ഷരത്തിന് മേലെ വേണം. അപ്പോൾ അത് കൊടുക്കുക. അപ്പോൾ പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ പാസ്വേഡ് അടിച്ചത് മാറി സെയിം പാസ്വേഡ് അടിക്കണം. ഇവിടെ ഇങ്ങനെ എഴുതിക്കണം, ഫോർഗെറ്റിംഗ് യുവർ പാസ്വേഡ് വിൽ റെൻഡർ യുവർ ഡാറ്റ ഇന്നാക്സസിബിൾ. അതായത് നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ ഭാവിയിൽ മറന്നുപോയാൽ നിങ്ങൾക്ക് പിന്നെ ഈ ടാലി കിട്ടില്ല, ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പാസ്വേഡ് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് എഴുതി വെക്കണം. അല്ലെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാകുന്ന പാസ്വേഡ് വെക്കണം. അപ്പോൾ ജസ്റ്റ് അതങ്ങനെ ഒരു മെസ്സേജ് വരും. അപ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ലാസ്റ്റ് എൻ്റർ ചെയ്ത് എൻ്ററിൽ പോയി കഴിഞ്ഞാൽ S കൊടുത്താൽ സേവ് ആകും. ഞാനിപ്പോൾ ഇതിന് പാസ്വേഡ് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ S കൊടുക്കാം. ഞാനിപ്പോൾ നോ കൊടുത്തു. അപ്പോൾ ബാക്ക് പോയി പിന്നെ എസ്കേപ്പ് 2 എസ്കേപ്പ് അടിച്ച് 3 എസ്കേപ്പ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പഴയ പേജിലേക്ക് വരും. പഴയ പേജിൽ വന്നിട്ട് നമുക്കിപ്പോൾ കമ്പനി ക്രിയേറ്റ് ചെയ്ത കമ്പനിയിൽ F1 അതായത് F1 സെലക്ട് കമ്പനി നിങ്ങൾ F1 ഒന്നും കൂടി ചെയ്യുകയാണെങ്കിൽ ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ് കാണാം. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത കമ്പനി ABC എന്നുള്ള കമ്പനിയാണ്. ഇതിൻ്റെ പീരീഡ് 1/4 നമ്മൾ കൊടുത്തത്. 1 ഇയർ ആണ് അതിൻ്റെ ഇത് കാണിക്കുക. അപ്പോൾ 31 മാർച്ച് കാണിക്കും. ഇതിൻ്റെ ഇത് നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു പാത്ത് സേവ് ആകുന്നുണ്ട്. അതിലാണ് നമ്മൾ ഇതിൻ്റെ ഡാറ്റ സേവ് ചെയ്യുന്നത്. ആ ഡാറ്റ അതിൻ്റെ പാത്താണ് ഇതിൻ്റെ മുകളിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ പോയാൽ കാണാം സി യൂസേഴ്സ് പബ്ലിക് ടാലി ERP9. അതിലാണ് ഇതിൻ്റെ ഡാറ്റ ഉണ്ടാവുക. നമ്മളിപ്പോൾ ഇത് ഈ കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് പോവുകയാണെങ്കിൽ അതിലും ടാലി ഈ സെയിം കമ്പനിയുടെ അക്കൗണ്ട്സാണ് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വല്ല USB-യിലോ അതിലും കോപ്പി ചെയ്ത് കൊണ്ടുപോയി, ചെറിയതാണെങ്കിൽ മെയിൽ അയക്കാനും പറ്റും, കൊണ്ടുപോയിട്ട് അതിൽ ഇൻസ്റ്റാൾ ചെയ്താൽ സെയിം ഈ കമ്പനിയുടെ അക്കൗണ്ട്സ് അതിലും കിട്ടും. അപ്പോൾ ഞാനിത് ഇതിലാണ്. അപ്പോൾ അതെങ്ങനെയാണ് വരിക എന്നും കൂടി ഞാൻ കാണിച്ചു തരാം. സി യൂസേഴ്സ് പബ്ലിക് ടാലിയിൽ കാണാം നിങ്ങൾക്ക്. അതായത് നിങ്ങൾ അതിൻ്റെ ഇതിൽ പോവുക, സിയിൽ പോയി യൂസേഴ്സിൽ പോയാൽ പബ്ലിക് പോയി ടാലി, നമ്മൾ അതിലാണ് ടാലി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരും സിയിലായിരിക്കും പൊതുവെ ഇൻസ്റ്റാൾ ചെയ്യുക. അല്ലെങ്കിൽ ഡിയിൽ എവിടെയാണോ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അവിടെ പാത്ത് അവിടെ കാണിക്കും. ഇതിൽ പോയാൽ 3 കമ്പനി കാണിക്കും. അതിൽ നമ്മുടെ കമ്പനി നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത കമ്പനിയുടെ നമ്പർ 11010002 ആണ്. ഇതാണ് നമ്മുടെ ഡാറ്റ. ഇതിൽ നമ്മുടെ ഈ കമ്പനിയിൽ നമ്മൾ എന്ത് എൻ്റർ ചെയ്യുന്ന ഡാറ്റകളും ഇതിനകത്താണ് ഉണ്ടാവുക. ഇതിൻ്റെ അകത്ത് ഒന്നും ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാനൊന്നും പാടില്ല. അത് ജസ്റ്റ് നമ്മുടെ ഇൻഫർമേഷനാണ്. ഓക്കെ, അതാണ് കമ്പനി ക്രിയേഷൻ്റെ പാർട്ട് 2. നിങ്ങൾക്ക് ആ ഡാറ്റ എവിടെ വേണമെന്നുണ്ടെങ്കിലും കോപ്പി ചെയ്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് വേറെ സിസ്റ്റത്തിൽ യൂസ് ചെയ്യാം. വേറെ ടാലിയിൽ ഈ ടാലി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താൽ അതിൽ കൊണ്ടുപോയി അവിടെ പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെയും അവിടെ പോയിട്ടും ആ കമ്പനി യൂസ് ചെയ്യാം. ഇതാണ് എനിക്ക് പറയാനുള്ളത് സെക്കൻഡ് പാർട്ടിൽ. നമുക്ക് നാളെ മുതൽ ഇതിൻ്റെ ബാക്കിയുള്ള വൗച്ചേഴ്സ് എങ്ങനെ എൻ്റർ ചെയ്യാം,
ഇങ്ങനെ മാസ്റ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇതാണ് മാസ്റ്റർ വൗച്ചേഴ്സ് ട്രാൻസാക്ഷനിൽ. പിന്നെ ഒരു ഷെയർ ക്യാപിറ്റൽ, നമ്മുടെ ഒരു പുതിയൊരു കമ്പനി അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഓൾറെഡി ഒരു കമ്പനി ഇപ്പോൾ പുതിയത് ഓപ്പൺ ചെയ്യാൻ പോകും, അല്ലെങ്കിൽ ഒരു മാസമായി ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ അക്കൗണ്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താങ്ക് യു. നിങ്ങൾ ഇതുവരെ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാം